അപ്പം അതുപോലെ തന്നെ ഭിന്നശേഷി മേഖലയിൽ അടുത്തുണ്ടായ ഒരു വിവാദം ഉണ്ടല്ലോ. അതായത് പിന്നെ ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനം മായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും ഒക്കെ അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. പിന്നെ അവരൊരു ചൂഷണോപാധിയായി മാറ്റുന്ന ഒരു രീതിയുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു രീതി എന്താണ്? അത് അതിന് അമലിന് അതിനെക്കുറിച്ച് എന്താ പറയുക? അതായത് എങ്ങനെയാണ് ഇപ്പോൾ ഈ ചൂഷണം അല്ലെങ്കിൽ ഇത്തരം ചൂഷണം എന്നുള്ള ഇതിലപ്പുറം അവരെ പരിഗണിക്കാതിരിക്കുകയും എന്നാൽ അവരുപയോഗിച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ യഥാർത്ഥത്തിൽ വളരെ പരിഗണിക്കാനുള്ള ആദ്യം വേണ്ടത്. പരിഗണിക്കുക, അവരെ ഇൻക്ലൂസീവ്. അതേ സമയത്ത് ഭിന്നശേഷി മേഖലയിലുള്ള പ്രവർത്തനം പറയുകയും ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് അമലിന് എന്താ പറയാനുള്ളത്? ഏത് തരത്തിലാണ് നമ്മൾ അതിനെ നോക്കി കാണേണ്ടത്? ഈ ഒരു പ്രശ്നത്തെ നോക്കി കാണേണ്ടത്. അതെ, അതായത് നിങ്ങൾ പറഞ്ഞത് ഡിഫറെന്റ് അതല്ല, അതുപോലുള്ള പലതും ചിലപ്പോൾ സമൂഹത്തിൽ ഉണ്ടാവാം. ഇപ്പോൾ ഡിഫറെന്റ് ആർട്സ് മാത്രമല്ല, ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ അത്രയും തട്ടിപ്പുകൾ ഒരുപാടുണ്ട്. ഇതെന്നല്ല, ആരോഗ്യ മേഖലയിൽ ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇപ്പം ഒരു വ്യവസായമാണ് ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റൊരു തല, പൊതുവിദ്യാഭ്യാസം അല്ലാതെ മറ്റൊരു തല എടുക്കുകയാണെങ്കിൽ ഒരുപാട് തട്ടിപ്പുകൾ വിദ്യാഭ്യാസ മേഖല. അതുപോലെ ഭിന്നശേഷിക്കാരുടെ മേഖലയിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത്? ഭിന്നശേഷി മേഖലയിൽ തട്ടിപ്പുകളെ ചൂഷണങ്ങളൊക്കെ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഇത്തരം തട്ടിപ്പുകള് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ തിരിച്ചറിഞ്ഞു വെച്ചാല് എന്താണ് അവിടെ വേണ്ടത്? ഒരാളെ എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എന്നാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എൻ്റെ കുട്ടിക്ക് അപ്പൊ ഒരു സ്ഥാപനം നടത്തുമ്പോൾ എൻ്റെ കുട്ടിക്ക് എന്താണ് അവിടെ എന്താണ് അവിടെ അവര് ചെയ്യുന്നത് എന്ന് അറിയാൻ ഒരു രക്ഷിതാവ് ബാധ്യസ്ഥനാണ്. മുതുകാർ സാറുമായിട്ട് ബന്ധപ്പെട്ട വിവാദത്തില് ഞങ്ങള് പറയുന്നത് അവിടുത്തെ മാജിക് പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഞങ്ങൾ പറഞ്ഞ എന്താണ്, അവിടുത്തെ ഡിഫറെന്റ് ആർട്ട് സെന്റർ നടത്തുന്ന സിസ്റ്റം തെറ്റാണ്, അത് അശാസ്ത്രീയമാണ്. അദ്ദേഹത്തിനോട് വ്യക്തി വൈരാഗ്യം തീർക്കാനല്ല ഞങ്ങള് വന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഒരു ഓവർ എസ്റ്റിമേഷൻ ചെയ്ത ഒരു സ്ഥാപനമാണ്, ഓവർ റേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡിഫറെന്റ് ആർട്ട് സെന്ററിനെ പോലെ ഒരുപാട് സെന്ററുകളുണ്ട്. അതിൽ പെട്ട ഒരു സെന്ററാണ് എന്ത് ഡിഫറെന്റ് ആർട്ട് സെന്റർ. അപ്പോ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാൻ 300 കുട്ടികളുടെ കേവലം 300 കുട്ടികളുടെ അച്ഛനാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ 300 കുട്ടികളിൽ താഴെ 180 താഴെ കുട്ടികളുണ്ട് എന്നാണ് നമ്മളെ എന്താ പറയാ CP ഷിയാബ് സാറും അതേപോലെ തന്നെ പൃഥ്വി GP മാമൊക്കെ പറയുന്നത്. അതെന്തോ ആവട്ടെ, ആ കുട്ടികളെ ഓഡീഷൻ വെച്ചിട്ടാണ് ഇവര് തെരഞ്ഞെടുക്കുന്നത്. പിന്നെ അതേപോലെ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. അങ്ങനെ ഓഡീഷൻ വെച്ച് തിരഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യമില്ല. മാത്രമല്ല അത് കേരളത്തിന് ഒരു കേവലം 300-ൽ പരം കുട്ടികളെ നോക്കുന്നതിനുള്ള ഫണ്ടല്ല അവിടെ കിട്ടുന്നത്, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ല അവിടെ ഉള്ളത്. അപ്പൊ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, അദ്ദേഹം പറഞ്ഞെന്താണ്, ഞാൻ ചെയ്യുന്നത് മാജിക്കിലൂടെ കുട്ടികളെ കലാപ്രവർത്തനത്തിലൂടെ അവർക്കൊരു എന്താണ് പറയുക, ഒരു സ്വയം പര്യാപ്തമാവാനുള്ള ഒരു സംഭവം ചെയ്യാണ്. അപ്പൊ അത് ശാസ്ത്രീയമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിനെ ഏർപ്പെടുത്തുക. പിന്നെ ഈ ഓഡീഷൻ പരിപാടികളൊക്കെ നിർത്തിയിട്ട് മറ്റ് എന്തെല്ലാം ഡിസീസുകൾ ഉണ്ട് എന്ന് അദ്ദേഹം ഗവേഷണം ചെയ്തിട്ട് തെരഞ്ഞെടുത്തിട്ട് കൂടുതൽ കുട്ടികളിലേക്ക് ആ സെന്ററിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, അത് മറ്റു കുട്ടികളിലേക്ക് എങ്ങനെ വ്യാപിപ്പിക്കാം എന്ന് നോക്കാം.